നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹിന്ദുസ്ഥാൻ ടൈംസും ഇന്ത്യൻ എക്സ്പ്രസും ഇന്ന് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സർക്കുലറാണ് സർക്കാരിൻ്റെ. അതിന് ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല. പക്ഷേ അത് ലഭിച്ച ആൾക്കാരെ കോട്ട് ചെയ്താണ് ഈ രണ്ട് റിപ്പോർട്ടും. അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു. അത് പറയുന്നത് സർക്കാരിൻ്റെ എന്തെങ്കിലും രേഖകൾ മീഡിയക്കോ പബ്ലിക്കിനോ ലീക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും എം പിമാരെ അതെടുത്ത് പാർലമെൻറ്റിൽ ഉപയോഗിച്ചാൽ അത് ആ കൺസേൺഡ് ഓഫീസർക്കെതിരെ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അനുസരിച്ച് നിയമ നടപടികൾ ഉണ്ടാകും എന്നാണ്. അതായത് അഡ്മിനിസ്ട്രേഷനിലെ ഓഫീസേഴ്സിനെ ഹോം മിനിസ്ട്രി ഒഫീഷ്യലായിട്ട് ത്രട്ടൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും രേഖ പുറത്തു പോയി കഴിഞ്ഞാൽ, സർക്കാരിനെ പ്രീതിയില്ലാത്ത എന്തെങ്കിലും ഡോക്യുമെൻ്റ്, എന്തെങ്കിലും ഇൻഫർമേഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിയമ നടപടികൾക്ക് വിധേയമാകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെ സർക്കാരുകൾ ചെയ്യുന്നത്, ഒരു സർക്കാർ പൊതുവെ രാഷ്ട്രീയമായി ഡിഫൻസീവിൽ വരുമ്പോഴാണ് ഇങ്ങനെ നടക്കാറുള്ളത്. ബോഫോസിൻ്റെ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ചില നീക്കങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴാണ് അങ്ങനൊരു സംഗതി, ഇങ്ങനൊരു ത്രെട്ട് അഡ്മിനിസ്ട്രേഷന് കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ പുതുമയൊന്നും കാണുന്നില്ല. എൻ്റെ പല സീനിയർ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും പറയുന്നത് അവരുടെ പ്രൈവറ്റ് സംസാരങ്ങളിൽ പോലും അവർ സർക്കാരിനെ കുറിച്ച് മെൻഷൻ ചെയ്യാറേയില്ല. സർക്കാരിൻ്റെ പ്രീതിയോ നേടേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ അവർക്ക് തന്നെ വിശ്വാസമില്ല ആരോടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അഡ്മിനിസ്ട്രേഷനുള്ള മിക്ക സീനിയർ ഓഫീസേഴ്സും. ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനൊരു സർക്കുലറിൻ്റെ ആവശ്യകത എന്താണ് ഇപ്പോൾ സർക്കാരിന് ഉള്ളത്? പ്രത്യേകിച്ച് RTI, അതായത് ഇതിന് വേറൊരു തലം കൂടെ ഉണ്ട്. RTIയുടെ ആക്ട് അഡ്മിനിസ്ട്രേഷനെ സുതാര്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്നത്, അത് ഏകദേശം ഡെയില്യൂട്ട് ചെയ്തിരിക്കുകയാണ്, അതിൽ വെള്ളം ചേർത്തിരിക്കുകയാണ് എന്നും നമുക്കറിയാം. അപ്പോൾ എന്താണ് സർ ഇത് കാണിക്കുന്നത്? ഇന്നത്തെ കേന്ദ്ര സർക്കാർ ടോട്ടലി ഒരു പൊളിറ്റിക്കലി ഡിഫെൻസീവ് സിറ്റുവേഷനിലേക്ക് എത്തപ്പെട്ടു. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കുന്ന ഒരു സർക്കാർ സ്വയം ഭയചകിതരാവുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചെറിയാനിത്. കാരണം ഇത് കാണിക്കുന്നത് അതിന്റെ അടിയന്തര സാഹചര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്തായിരിക്കാം എന്നുള്ളത്. പക്ഷേ ഇത് കാണിക്കുന്നത്, ഇത് വാസ്തവത്തിൽ ഇതിന് ഇത്തരം ഒരു സർക്കുലറിന്റെ ആവശ്യമില്ല. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കോണ്ടക്ട് റൂൾസിൽ അത്തരത്തിലുള്ള ഒരു വളരെ പ്രകടമായിട്ട് തന്നെ അറിയുന്നതാണ്. സർക്കാരിന്റെ രഹസ്യങ്ങൾ, സർക്കാർ ഫയലുകൾ നിങ്ങൾ പുറത്തൊരാൾക്ക് കൊടുക്കരുത് എന്നുള്ളത് ഒരു ലിഖിതമായിട്ടുള്ള കോണ്ടക്ട് റൂൾസുകളിൽ സംസ്ഥാന സർക്കാരിന്റെ ആയാലും കേന്ദ്ര സർക്കാരിന്റെയും നിലവിലുണ്ട്. എന്നിട്ട് വീണ്ടും ഇത്തരം ഒരു സർക്കുലറിലൂടെ ആഭ്യന്തര മന്ത്രി കാര്യാലയം ഓരോ വകുപ്പിനെയും അറിയിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്, സർക്കാരിന്റെ രഹസ്യങ്ങൾ ചോരുന്നു എന്ന ഒരു തിരിച്ചറിവ്. രണ്ട്, കൃത്യമായി ഇപ്പം നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾക്ക് സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അദാനി, അംബാനി കൂട്ടുകെട്ടുകളുടെ, പ്രത്യേകിച്ച് സാമ്പത്തിക വകുപ്പുകളിൽ നിന്ന് അതിവേഗം നമുക്ക് ഏതൊരാൾക്കും കമ്പനി തലത്തിലോ മാധ്യമ തലത്തിലോ എടുക്കാവുന്ന ഡാറ്റ പോലും, അല്ലെങ്കിൽ വളരെ പരസ്യമായി കഴിഞ്ഞിരിക്കുന്ന രേഖകൾ പോലും, അതിന്റെ വാലിഡേഷന് വേണ്ടിയുള്ള ഡാറ്റ, ഇവ പോലും പോകരുത്. അതിന്റെ ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന്, താങ്കൾ സൂചിപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് കാണിക്കുന്നത് ദേശീയ താല്പര്യത്തിന് വിരുദ്ധമാണെന്നാണ്. അതിന്റെ അർത്ഥം അതിനെ തുടർന്ന്
എന്ത് തരം കേസുകൾ വേണമെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേന്ദ്ര സർക്കാരിന് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഭയപ്പെടുത്തലാണ് ഇതിലുള്ളത്. അപ്പൊ ഒന്ന്, ഇത് പരിഭ്രാന്തിയുടെ ലക്ഷണമാണ്. ഒന്ന്, രണ്ട്, എന്തോ കൃത്യമായി കാര്യങ്ങൾ ചോരുന്നു എന്നുള്ള ഭയമാണ്. ഇതിന് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ വ്യാപകമായി നിലനിന്നിരുന്ന ഒരു പ്രതിഭാസമായിരുന്നു ഇത്തരത്തിലുള്ള. കാരണം വളരെ രഹസ്യമായിട്ട് മാത്രമേ നമുക്ക് ഒരു മാധ്യമപ്രവർത്തകനോ പാർലമെന്റ് അംഗത്തിനോ അല്ലെങ്കിൽ ഒരു പൗരനോ സർക്കാരിന്റെ എന്തെങ്കിലും വളരെ 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 യാതൊരു തരത്തിൽ ദേശീയ സുരക്ഷയെയോ അല്ലെങ്കിൽ നമ്മളുടെ നിയമസമാധാന പരിപാലനത്തെയോ ഒന്നും ബാധിക്കാത്ത സാധാരണ ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ തരുന്നതിന് പോലും ഉദ്യോഗസ്ഥന്മാർ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി, അല്ലെങ്കിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പോയി, അല്ലെങ്കിൽ അന്ന് ആ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടി നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ചോദിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പത്തിക വകുപ്പിൽ പോയി, അപ്പോൾ പോലും അവർ തന്നിരുന്നത്, അത് സർക്കാരിന് അനുഗുണമായിട്ടുള്ളൊരു വാർത്ത കൊടുക്കുമ്പോൾ പോലും അവർ നമ്മളോട് പറഞ്ഞിരുന്നത് ഞാൻ തന്നു എന്ന് പറയരുത്. അത്രയ്ക്ക് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അത് പിന്നെയും പിന്തുടർന്നിരുന്നു. പക്ഷേ സാർ, ഇത് ഒന്ന് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും PIB, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലെ ആ ഓഫീസർ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതുപോലും റീഅസൈൻ ചെയ്യണം, സെക്രട്ടറി ലെവലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു വിരോധാഭാസമാണ്. ഇന്നത്തെ മീഡിയയിൽ അങ്ങനെ ആരും സർക്കാരിനെതിരെ ഡോക്യുമെന്റഡ് എവിഡൻസ് വെച്ച് എതിർത്ത് ന്യൂസ് അല്ലെങ്കിൽ ചില വസ്തുക്കൾ പുറത്തു കൊണ്ടിരുന്ന ഒരു ശീലം മീഡിയക്ക് ഇല്ല ഇപ്പോൾ. അത് വളരെ വളരെ അപൂർവമാണ് അങ്ങനെ നടക്കുന്നത് തന്നെ. അതില്ലാത്ത സിറ്റുവേഷനില് അതിൽ നമ്മളൊക്കെ ഏതെങ്കിലും 80s 90s നമ്മളൊക്കെ അതിൽ അഭിരമിച്ചവരിതാണ്. അതായിരുന്നു നമ്മളുടെ സെല്ലിംഗ് പോയിന്റ്. ജോലി കിട്ടാനും ജോലി പോകാനുമുള്ള സെല്ലിംഗ് പോയിന്റ് അതായിരുന്നു. അതെല്ലാം മാറിയിരിക്കുന്നു. എന്നിട്ട് പോലും സർക്കാർ അത് എടുത്തു കാണിക്കുമ്പോൾ എന്താണ് സർ കാണിക്കുന്നത്? ഗോദി മീഡിയ കാണിക്കുന്നത് അവർ തങ്ങളുടെ ശത്രുക്കൾ തങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ള ഭയം അവരെ പിടികൂടിയിരിക്കുന്നു. അത് താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നയപരമായ തീരുമാനങ്ങളെല്ലാം ഇന്ന് എടുക്കപ്പെടുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലാണ്, PMOയിലാണ്. മറ്റു മന്ത്രിമാർ പോലും PMOന്റെ തീരുമാനങ്ങൾ പിന്നീടാണ് അറിയുന്നത്. ഈ നമ്മളുടെ ക്യാബിനറ്റിന്റെ പ്രവർത്തനം പോലും ഇല്ലാതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന വിധത്തിലുള്ള ഒരു കേന്ദ്രീകരണം ഈ 10 കൊല്ലത്തിനകം ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരെയാണ് ഇപ്പൊ ഹർദീപ് പുരിയുടെ കാര്യം എപ്സ്റ്റീൻ ഫയലിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ യാത്ര, നോർവേയിലേക്കുള്ള യാത്ര, ആ നോർവേയിൽ അദ്ദേഹം കണ്ടുമുട്ടിയ ആളുകൾ, അതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയ അനുവാദം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സർക്കാർ രേഖയിലുണ്ട് എന്ന് ഇപ്പോഴത്തെ മോഡി സർക്കാരിന് തിരിച്ചറിയാം. അപ്പോൾ ഞാനിപ്പോ എപ്സ്റ്റൈൻ ഫയലുകൾ പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അമേരിക്കയിലുള്ള സിഖ് തീവ്രവാദികളെ കൊല്ലുന്നതിനുള്ള റായുടെ ഇടപെടലിനെ സംബന്ധിച്ചുള്ള അതിരഹസ്യമെന്ന് കരുതുന്ന ഒരു കൗണ്ടർ ഇന്റലിജൻസ് അസാസിനേഷൻ. അതിൽ ആ പ്രതി ഞാൻ ഇന്ത്യൻ ചാര സംഘടനയ്ക്ക് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ വളരെ 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 കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് എവിടെ നിന്നാണ് വാർത്തകൾ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള അവർക്ക് തന്നെ സംശയം പിടികൂടിയിരിക്കുന്നു. അത് ഒരു പരിഭ്രാന്തിയുടെ ലക്ഷണമാണ്. അത് ഒരു കാര്യം കൂടി താങ്കൾക്ക് ഓർക്കുമായിരിക്കും. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, PIB തുടങ്ങിയവയിൽ നിന്ന് കിട്ടുന്ന വാർത്താക്കുറിപ്പുകൾ വാർത്തയാണെന്ന് ഒരു മാധ്യമ പ്രവർത്തകനും താങ്കൾ സൂചിപ്പിച്ച പോലെ ഇന്ന് കരുതുന്നില്ല. PRD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ദിവസം വരുന്ന വാർത്തകൾ കേരളത്തിലെ തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകർ അത് വാർത്തയായി കണക്കാക്കുന്നില്ല. അത് ക്യാബിനറ്റ് തീരുമാനങ്ങൾ മറ്റും തീർച്ചയായും അതോടെ വെബ്സൈറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
ഒരു കാര്യം നമ്മളെല്ലാം പഠിച്ചു വന്ന ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്താണ്? എന്ത് പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്നുവോ അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനം. സർക്കാർ എന്ത് പുറത്തു വിടാൻ താല്പര്യം കാണിക്കുന്നില്ല അത് കൊണ്ടുവരലാണ് വാർത്ത. അല്ലെങ്കിൽ സർക്കാരിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പുറത്തു കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു മാധ്യമ ഇക്കോസിസ്റ്റത്തെ കുറിച്ച് താങ്കൾക്ക് ആലോചിക്കാമല്ലോ. ഇതിൽ വേറൊരു അപകടം, ഇതിന് നമ്മുടെ MP-മാർക്ക് പോലും വിവിധ വകുപ്പുകളിൽ നിന്ന് അവരുടെ ചോദ്യം ചോദിക്കുന്നതിന് ആവശ്യമായ രേഖകൾ ശേഖരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. ഇതും നമ്മൾ ആലോചിക്കണം. ഇത് പാർലമെന്റ് മാധ്യമങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതിൽ വെള്ളം ചേർത്ത് ഇന്ന് RTI മാധ്യമങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വലിയ ഒരു 5 കൊല്ലം മുമ്പ് വരെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് RTIയിൽ സമീപിച്ച് കിട്ടിയിരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വളരെ എക്സ്ക്ലൂസീവ് വാർത്തകൾ പോലും കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് അത് സാധ്യമല്ല. അതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ചില RSS ബാക്ട് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ സ്ഥിരം ജോലി ഇതുപോലെ RTI ക്വസ്റ്റ്യൻസ് കൊടുത്ത് സർക്കാരിനെ എംബറാസ് ചെയ്യിക്കുന്ന ഫാക്ടറികളെടുത്ത് മീഡിയക്ക് വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ജോലി തന്നെ. അവരുടെ അസൈൻമെന്റ് ആയിരുന്നു. RSSകാരോ അല്ലെങ്കിൽ BJP കൊടുത്തിരുന്ന അസൈൻമെന്റ്. അവരൊക്കെ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയും. നമ്മൾ അന്വേഷിച്ച് ചെന്നാൽ അറിയാൻ പറ്റും അവര് BJPക്ക് വേണ്ടിയോ RSSന് വേണ്ടിയോ ചെയ്യുന്നതാണ് എന്നൊക്കെ. അങ്ങനെയുള്ള ഒരു ആൾക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് ഇതിവിടെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതാണോ ഇവർ ഇത് RTIയെ എനിക്ക് തോന്നുന്ന അപ്പാടെ എന്താണ് ഡെലിയൂട്ട് ചെയ്ത് RTI നിർവീര്യമാക്കി എന്ന് പറയാം. അതെ, തീർച്ചയായിട്ടും ചെറിയാൻ താങ്കൾക്ക് ഇതിന്റെ ഒരു മറുവശം മനസ്സിലാവും ഡൽഹിയിലുള്ളത് ആയതുകൊണ്ട്. ഇത് സംഭവിക്കുന്ന ഏത് സന്ദർഭത്തിലാണെന്ന് താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് ഋഷികേശ് പാണ്ഡെ എന്ന്. ഋഷികേശ് ഈ കഴിഞ്ഞ വർഷം അവസാനം അദ്ദേഹം പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ടായിട്ട് ഒരാളെ വെച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായി ചാനലുകളും മാധ്യമങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ട് സർക്കാരിന് അനുകൂലമായ വാർത്തകൾ ദൈനംദിനം വരുത്തിക്കൊണ്ടിരുന്നു. അത് താങ്കൾ മറക്കണ്ട. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലുള്ള, എനിക്ക് പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തെ കുറച്ചു കാലത്തേക്ക് പെട്ടെന്ന് കാണാതായി. വലിയ സംവാദമായിരുന്നു. കാരണം അർണോബ് ഗോസ്വാമിയോട് ഇന്ന് രാത്രി എന്താണ് അലറേണ്ടതെന്ന് വിളിച്ചു പറഞ്ഞിരുന്നയാൾ പെട്ടെന്ന് ഇല്ലാതായി. അപ്പൊ ഇത് സംഭവിക്കുന്നത് ഇവിടുത്തെ സർക്കാർ, മോഡി അമിത്ഷാ ഡോവൽ സർക്കാർ, അവർക്ക് വേണ്ട വാർത്താ കാര്യപരിപാടി ഗോഡി മീഡിയയെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകന് വാർത്തയ്ക്കുള്ള എല്ലാ സ്രോതസ്സുകളും അടച്ചു പൂട്ടുന്നത്. ഇത് തിരിച്ചറിയണം. കാരണം ഒരു സാധാരണ ഒരു സാഹചര്യത്തിലല്ല ഇത് നടക്കുന്നത്. ഒരു മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഗുജറാളിന്റെ കാലഘട്ടത്തിലോ നെഹ്റുവിന്റെ കാലഘട്ടത്തിലോ അല്ല സംഭവിക്കുന്നത്. സർക്കാരിന് അവർക്ക് ആഗ്രഹമുള്ള വാർത്തകളെല്ലാം ദൈനംദിനം വരുത്താനുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലെ സംവിധാനം നടപ്പിലാക്കിക്കൊണ്ട് വാർത്ത ശേഖരിക്കുന്നതിനുള്ള സർക്കാർ വാർത്താ സ്രോതസ്സുകളെ അടച്ചുപൂട്ടുകയാണ്. ഇതെന്താണ് ഇത് കാണിക്കുന്നത്? നമ്മൾക്കറിയാമല്ലോ, നമ്മൾ മാധ്യമപ്രവർത്തകർ മാത്രമല്ല, there are people who are whistleblowers. ഈ നടക്കുന്ന അഴിമതിയെ കുറിച്ചോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളെ പറ്റി വിളിച്ചു പറയുന്ന നിരവധി വ്യക്തികൾക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ജനാധിപത്യത്തിൽ. ഞാനായാലും താങ്കളോട് ഉദാഹരണങ്ങൾ പറയേണ്ടതില്ല. ഇതുപോലെ വിസിൽ ബ്ലോവേഴ്സ് എന്നൊരു വർഗത്തെ ഇല്ലാതാക്കുക, മാധ്യമ പ്രവർത്തകർക്ക് സ്രോതസ്സുകൾ അടയ്ക്കുക, MP-മാർക്ക് വേണ്ട ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാമഗ്രികൾ കൊടുക്കാതിരിക്കുക. ഇതിനെ ഏകാധിപത്യം എന്നല്ലാതെ നമുക്ക് എന്താണ് വിളിക്കുക? അതിന്റെ രാഷ്ട്രീയ അർത്ഥത്തിൽ ഞാൻ അതിനെ ഫാസിസം എന്ന് വിളിക്കും. അത് തന്നെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ഇത് കാണിക്കുന്നത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ പരിഭ്രാന്തരായ ഈ ഫാസിസം ഒക്കെ ആയിരിക്കും അവരുടെ കയ്യിലുള്ളത്. പക്ഷെ അവർ ഇപ്പോൾ പരിഭ്രാന്തരായിരിക്കുന്നു എന്ന ഒരു മെസ്സേജും കൂടെ ഇതിൽ നിന്നും നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഒരു നല്ല വാർത്ത ചെറിയാൻ അറിയിക്കാൻ ഞാൻ ഡൽഹിയിലെ എൻ്റെ സുഹൃത്തുക്കളോട് ഈ കാര്യത്തെ പറ്റി ചർച്ച ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു
എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ, ഈ എഡിറ്റേഴ്സ് ഓഫ് ഗിൽഡ് ഇന്ത്യ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ സമീപിക്കാൻ തീരുമാനിക്കുന്നുണ്ട് എന്നൊരു നല്ല വാർത്ത കേട്ടു. അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എഡിറ്റേഴ്സ് ഗിൽഡ് അവരൊക്കെ കടലാസ് പുലികളായി കഴിഞ്ഞു. അതെ, കടലാസ് പുലികളാണ്. പ്രസ് കൗൺസിൽ പോലെ എഡിറ്റേഴ്സ് ഗിൽഡ്. നമുക്ക് ഒരു പക്ഷേ റിപ്പോർട്ടർമാരുടെ സംഘടനകൾക്ക്, പ്രസ് ക്ലബുകൾക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ആരും തിരിഞ്ഞു നോക്കത്തില്ല സാർ. അത് ഇതൊക്കെ എല്ലാരെയും കടലാസ് പുലിയാക്കി അവർക്കൊക്കെ സർക്കാർ കൊടുക്കുന്നത് പുല്ലുവില എന്ന് പറയത്തില്ലേ, അത് അവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളുടെ ഈ തെക്കുവടക്ക് ചാനലിലൂടെ ഇത് മലയാളികളെ അറിയിക്കാൻ കഴിഞ്ഞതിന് വലിയ സന്തോഷിക്കാൻ നമുക്ക് താങ്കളോട് നന്ദി പറയുന്നു. കാരണം താങ്കൾ ഇത് എന്നെ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പോലും ഈ വാർത്ത ഇന്ന് അറിയില്ലായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ചുമതല നിർവഹിച്ചു എന്നുള്ള ഒരു ആശ്വാസം നമുക്ക് അവസാനിപ്പിക്കാം സാർ. പ്രസ് ക്ലബിലെ ഒരു വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്ന ഒരു 10 വർഷമായെന്ന് തോന്നുന്നു, ഒരു അന്ന് പ്രസ് ക്ലബില് സാധാരണ ആരെങ്കിലും ആക്ടിവിസ്റ്റുകൾ വന്നിട്ട് പ്രസ് ക്ലബിന്റെ ഹാൾ ഉപയോഗിക്കാൻ വേണ്ടി അനുമതി വേണം. അപ്പൊ അതിന് ഒരാൾ സൈൻ ചെയ്യണം, ഒരു മെമ്പർ. അങ്ങനെ ഒരു ജെഎൻയുവിൽ പഠിച്ച ഒരു പഴയ ഫെഡറേഷൻ SFI, അതായത് ASF കാരനായ പ്രൊഫസർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, അദ്ദേഹം അതിനു വേണ്ടി സൈൻ ചെയ്തു. അത് ഇവർ കണ്ടുപിടിച്ചു. അതായത് ആ കാശ്മീർ സംഘടനയ്ക്ക് എന്തോ തീവ്രവാദ ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വിളിപ്പിച്ച് 2 ദിവസം അവിടെ ഇരുത്തി, ഇവിടെ നമ്മളുടെ പോലീസ് സ്റ്റേഷനിൽ. അതിനുശേഷം അത് ഉന്നയിച്ച് അത് അന്നത്തെ പ്രസ് ക്ലബ് പ്രസിഡന്റിന്റെ സഹമുറിയനായ ഒരു ജെഎൻയുക്കാരൻ, സഹമുറിയനായിരുന്ന ആളായിരുന്നു. അദ്ദേഹം ഹോം മിനിസ്റ്ററെ കാണാൻ പോയി. അന്ന് രാജ്നാഥ് സിംഗ് ആയിരുന്നു. ഒന്നും നടന്നതിൽ മാത്രമല്ല, തിരിച്ചു വന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് ആ മെമ്പറെ, പ്രസ് ക്ലബ് മെമ്പർ പ്രൊഫസറായിരുന്ന പ്രൊഫസർ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തെ പ്രസ് ക്ലബിൽ നിന്ന് പുറത്താക്കി. ഇതാണ് അവസ്ഥ. ഞങ്ങളൊക്കെ ഒത്തിരി പ്രൊട്ടസ്റ്റ് ചെയ്തു. ദിസ് ഇസ് നോട്ട് ഡൺ എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് സർക്കാരിൽ നിന്നുള്ള പ്രഷർ അങ്ങനെയായിരുന്നു. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷ വേണ്ട എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? അതാണ് പ്രത്യേകിച്ച് പരിഭ്രാന്തരായിരിക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എങ്ങനെ പോകുന്നു ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നേ ഉള്ളൂ എനിക്ക് പറയാൻ. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്.